അപ്പോൾ VS ദിനത്തോടനുബന്ധിച്ച് അതിനോടടുപ്പിച്ച് വരുന്ന ഒരു വാരാന്ത പതിപ്പ് എന്ന നിലയ്ക്ക് അത് ആ നിലയ്ക്ക് തന്നെയായിരിക്കും ദേശാഭിമാനി പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക നേരത്തെ തന്നെ. വാരാന്ത പതിപ്പ് സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പ്രിൻ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ശരിയായിരിക്കില്ല. ഈ സാഹചര്യം കൊണ്ടായിരിക്കും അത് മാറ്റി വെച്ചിട്ടുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. കാരണം ഇങ്ങനെ ഒരു ദിവസം ഇന്ന് പ്രസിദ്ധീകരിച്ച മട്ടിലുള്ള ഒരു ലേഖനം പ്രസിദ്ധീകരിക്കാൻ സാങ്കേതികമായി പ്രത്യേകിച്ച് വലിയ തടസ്സങ്ങളൊന്നും ദേശാഭിമാനിക്ക് ഉണ്ടാവാനുമില്ല. പക്ഷേ വളരെ ലളിതമായി പരിഹരിക്കാവുന്ന ഒരു വിഷയം സങ്കീർണമാക്കി കുളമാക്കി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ദേശാഭിമാനിയിൽ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെനിക്ക് തോന്നുന്നത് ഒരു കുറച്ച് നാളത്തേക്ക് ആ പ്രശ്നം, ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ CPIM-ൽ നിലനിൽക്കുമെന്ന് തന്നെയാണ്. അതിന് കാരണം തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ അത് നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ കൺഫ്യൂഷൻ്റെ പല രൂപത്തിലുള്ള ഒരു പ്രകടനമാണ് ഈ കണ്ടതും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വിഷയത്തിലേക്ക് വന്നാൽ ഇതിനകത്ത് നമ്മുടെ റിപ്പോർട്ടിലടക്കം ഒരു പിഴവുണ്ട്. അത് വേറൊന്നുമല്ല, ഈ കള്ളൻ വിജയൻ എന്നൊരു തലക്കെട്ടില്ല. കള്ളൻ വിജയൻ ധന്യ നാടക ഗ്രാമം മുത്തിപ്പാറ PO ഇതൊരൊറ്റ തലക്കെട്ടാണ്. ഇത് ഒരു അഡ്രസ്സാണ്. ആ അഡ്രസ്സിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ആ പേരിനെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. ഇത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന കാര്യം, ഇത് ആദ്യം ഈ TC രാജേഷ് എൻ്റെ നാട്ടുകാരനും സുഹൃത്തുമാണ്, മാധ്യമപ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹം ഇത് ഫേസ്ബുക്കിലൊരു പോസ്റ്റായി എഴുതിയിരുന്നു ഇതേ സംഗതി തന്നെ. എന്താണ്, മുത്തിപ്പാറ എന്ന ഗ്രാമത്തിൽ, അത് ഒരു വളരെ ഒരു 6-7 കിലോമീറ്റർ അകത്തേക്ക് കയറിപ്പോകേണ്ട ഒരു ചെറിയ ഗ്രാമം. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഗ്രാമത്തിൽ ധന്യ നാടക ഗ്രാമം എന്നുള്ള ഒരു നാടക പരിശീലന കളരി ഒരാൾ നടത്തുകയാണ്. അത് ചെറിയ ഏർപ്പാടുമല്ല, നമ്മൾ വിചാരിക്കുന്ന പോലല്ല. വലിയ നാടകങ്ങളാണ് അവിടെ വന്ന് പ്രാക്ടീസ് ചെയ്ത് പോകുന്നത്, ആ ഫൈനൽ റിഹേഴ്സൽ നടത്തുന്നത്. അത് കാണാൻ ധാരാളം ആളുകൾ അവിടെ എത്താറുണ്ട്. അങ്ങനെ ഒരു നാടക കമ്പക്കാരനായ TC രാജേഷും അവിടെ പോകുന്നു. വംശം എന്ന് പറയുന്ന നാടകം, ആ നാടകം കഴിഞ്ഞ തവണ ഏറ്റവും മികച്ച നാടകത്തിനുള്ള അവാർഡ് കിട്ടിയ നാടകമാണ്. അതിൻ്റെ ഫൈനൽ റിഹേഴ്സലിന് പോകുമ്പോൾ മൈക്കിൽ അനൗൺസ് ചെയ്യുന്നത് കേൾക്കുകയാണ്. ഇതിൻ്റെ ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്ന കള്ളൻ വിജയൻ എന്നാണ് അനൗൺസ് ചെയ്യുന്നത്. ഒരാളുടെ പേര് കള്ളൻ വിജയൻ അനൗൺസ് ചെയ്ത് അപ്പോഴും പിടികിട്ടിയില്ല. അടുത്ത നാടകം കാണാൻ പോയപ്പോൾ വീണ്ടും കള്ളൻ വിജയൻ അനൗൺസ് ചെയ്യുന്നപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചു. ഈ പറയുന്ന വിജയനെ കണ്ടു, അവിടുത്തെ ഈ നാടകക്കാരെ കണ്ടു, സംഘാടകരെ കണ്ടു ചോദിച്ചപ്പോൾ ഇതാണ്. ചെറുപ്പം മുതൽ ഒരു വിളിപ്പേരുണ്ടാവുമല്ലോ എല്ലാവർക്കും, മിക്കവാറും ആളുകൾക്ക് വീട്ടിലൊരു മോനെ കുട്ട എന്നൊക്കെ പറഞ്ഞുള്ള വിളിപ്പേര് പോലെ ശ്രീകൃഷ്ണനെ വിളിച്ച മട്ടിൽ കള്ളൻ എന്ന് വിളിച്ചതാണ് വിജയനെ. അപ്പോൾ അതിനേക്കാൾ രസകരമായ കാര്യം, ഈ നാടകത്തിൽ അവിടെ നാടക പരിശീലനത്തിന് വരുന്ന മുഴുവൻ പേർക്കും അവിടെ ഈ വിജയന് സജീവ പിന്തുണയുമായി നിൽക്കുന്ന ഭാര്യയുടെ പേരറിയില്ല, കള്ളീന്നേ അറിയും. അതും അറിയില്ല. അപ്പോൾ ഈ രാജേഷ് ഇത് കണ്ടിട്ടാണ് എഴുതുന്നത്. രാജേഷ് എഴുതിയത് മാത്രമല്ല, ഈ ഫീച്ചറിന് ശേഷം, ഈ ഫേസ്ബുക്കിലെ എഴുത്തിന് ശേഷം നമ്മൾ ന്യൂസ് മലയാളത്തിൽ സ്റ്റോറിയും ചെയ്തിരുന്നു. VSനുമാണ് പോയി സ്റ്റോറി ചെയ്തത് തിരുവനന്തപുരത്ത് നിന്ന്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറിയും വന്നതാണിത്. ഇത് പിന്നീട് ഒരു പത്രത്തിൽ ഒരു ഫീച്ചർ ആവാനുള്ള വകുപ്പുള്ള സംഗതി ആയതുകൊണ്ട് TC രാജേഷിനോട് ആവശ്യപ്പെടുന്നു. TC രാജേഷ് അത് ഫീച്ചറായി എഴുതി കൊടുക്കുന്നു. വളരെ സാധാരണ മട്ടിലാണ്. കാരണം ഏത് പത്രത്തിലും അല്ലെങ്കിൽ ഏത് വാരികയിലും വരാൻ തക്കവണ്ണമുള്ള കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. കാരണം അയാൾ വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു നാടക പ്രവർത്തകനാണ്. അകാലത്തിൽ മരിച്ചുപോയ മകളുടെ പേരിലാണ് ഈ നാടക കളരി തുടങ്ങിയിരിക്കുന്നത്. അത് വളരെ സജീവമായി മുന്നോട്ട് പോകുന്ന ഒരു ഏർപ്പാടുമാണ്. കേരളത്തിൽ അവശേഷിക്കുന്ന മുഴുവൻ നാടകക്കാരുടെ ഒരു സങ്കേതവുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെതായ ആ പ്രസക്തിയുണ്ടല്ലോ. അങ്ങനെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ്. ഈ പ്രദേശത്തെ CPM-കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകരൊക്കെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകുന്നതും. ഈ കള്ളൻ വിജയൻ നടത്തുന്ന കളരിക്ക് പ്രോത്സാഹനം നൽകുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സംഗതിയെക്കുറിച്ച് വളരെ സ്വാഭാവികമായി കൊടുക്കുന്ന ഒരു ലേഖനം എന്ന് തന്നെയാണ് നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതിലൊരു അസ്വാഭാവികത സ്വാഭാവികമായിട്ടുണ്ടാകും. അത് വേണമെങ്കിൽ ട്രോൾ ചെയ്യപ്പെടാം. കാരണം ദിനത്തിൽ VSനെ കുറിച്ചുള്ള ലേഖനവും എല്ലാം 1-ാം പേജിൽ വരികയും അതിൻ്റെ 4-ാം പേജിൽ വലിയ വലിപ്പത്തിൽ ഈ കള്ളൻ വിജയൻ എന്നുള്ള തുടക്കം ഉള്ള കള്ളൻ വിജയൻ ധന്യ നാടക ഗ്രാമം മുത്തിപ്പാറ PO എന്നുള്ള തലക്കെട്ടിട്ട് ഒരു സംഗതി വന്നാൽ അത് ട്രോൾ ചെയ്യപ്പെടും പുതിയ കാലത്ത്. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ പറഞ്ഞ എന്താണ് മറ്റേ വേറൊരു പ്രയോഗം ഉണ്ടല്ലോ, പിണറായി വിജയനെ വല്ലാതെ ട്രോൾ ചെയ്ത ഒരു കാരണഭൂതൻ എന്നുള്ളതൊക്കെ ഈ പുതിയ കാലത്ത് വല്ലാതെ ട്രോൾ ചെയ്യപ്പെട്ടു പോയ സംഗതിയാണ്. അത് തിരിച്ചടിച്ച് ആയ കാര്യങ്ങളുമാണ്.
ഈ കാലത്തെ തിരിച്ചറിയാതെ തിരുവാതിരയൊക്കെ നടത്തുന്ന ചില എഴുത്തുകാരുണ്ടല്ലോ, അവരൊക്കെ കൊണ്ട് കുഴി ചടിക്കുന്നതാണ് ഇതെല്ലാം. അല്ലാതെ ഇതെല്ലാം പിണറായി വിജയൻ തീരുമാനിച്ചിട്ട് ശരി എന്നെക്കുറിച്ചൊരു തിരുവാതിര എഴുതിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ടല്ലല്ലോ. ഏതെങ്കിലും ഈ പറഞ്ഞ കാലബോധമില്ലാത്ത മണ്ടന്മാരെന്തെങ്കിലും എഴുതി ഒപ്പിക്കും, അത് ഇങ്ങനെ പ്രശ്നമാകും. പക്ഷേ ഇതങ്ങനെയല്ല. രാജേഷ് വളരെ കാര്യമായി തന്നെ ഈ ഇലക്കത്തിൽ ഇത് ഇങ്ങനെ പ്രസിദ്ധീകരിക്കപ്പെടുമെന്ന് തിരിച്ചറിയാതെ എഴുതി കൊടുത്തതാണ്. എഴുതി കൊടുത്തു. പക്ഷേ ഇത് പ്രൂഫ് തയ്യാറായി 4-ാം പേജിൽ വരുന്നത് ഇങ്ങനെ ഗംഭീരമായി ഈ മട്ടിലാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ എന്താണ് രാജേഷിന് തോന്നിയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ രാജേഷ് പറഞ്ഞത് അത് ശരിയല്ല എന്നാണ് എനിക്ക്, അതിനകത്തൊരു കുഴപ്പമുണ്ടല്ലോ എന്ന് എനിക്കും തോന്നി ആ സമയത്ത്. കാരണം ഇതിങ്ങനെ ചർച്ച ചെയ്യപ്പെടുമല്ലോ എന്നെനിക്ക് തോന്നി. പക്ഷേ ഇങ്ങനെ തോന്നുന്നത്, ഇങ്ങനെ വിജയൻ കള്ളനാണെന്ന് തോന്നുന്നത് ആർക്കാണ് എന്നുള്ളത് കൂടി തോന്നണം എന്നുള്ളതാണ് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം. കാരണം അതങ്ങനെ ആശങ്കപ്പെട്ട് മാറ്റിവെക്കേണ്ടതാണോ എന്നുള്ള ഒരു സംഗതി കൂടിയുണ്ട്. പിന്നെ ഇത് ഇരുചെവി അറിയാതെ ഒരു എഡിറ്റർക്ക് കൈകാര്യം ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ പേജിൽ 4-ാം പേജിൽ ഇത് ഈ പ്രസിദ്ധീകരിക്കാതെ മാറ്റിവെച്ചിട്ട് ആ 4-ാം പേജിൽ VS-ൻ്റെ ഒരു വലിയ ചിത്രം അച്ചടിച്ച് അത് പുറത്തിറക്കിയാൽ ഈ ചർച്ചയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഈ ഒരു ചർച്ച ഉണ്ടാവും. ആ സമയത്ത് ലേഖനം എഴുതാൻ പറ്റാണ്ടൊന്നുമല്ലോ. അല്ല, ലേഖനം ദേശാഭിമാനിക്ക് ഒരു ലേഖനം 2-3 ലേഖനം എടുത്ത് കൊടുക്കാൻ പറ്റാത്തിട്ടല്ല. അല്ലെങ്കിൽ ഒരു VS-ൻ്റെ ഒരു പടം അച്ചടിച്ചിട്ട് ആ ഇത് ഇറക്കിയാൽ രാജേഷിനും പരാതി ഉണ്ടാവില്ല, ഈ പറഞ്ഞ കള്ളൻ വിജയനും പരാതി ഉണ്ടാവില്ല, ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടാവില്ല, മനോരമ അതിന് ടച്ച് നിരത്തേണ്ടിയും വരില്ല. പക്ഷേ സംഭവിച്ചത് എന്താണ്? അത് കുളമാക്കി. അതെന്താ പ്രശ്നം എന്നറിയാമോ? ആ പാർട്ടിയിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ആ പാർട്ടിക്കെതിരെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമൊക്കെ ഉണ്ടായ ചർച്ച എന്താണ്? അതിൽ ഉറകൂടിയിരിക്കുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ, ആ സ്വഭാവം പ്രകടമായി ഈ തീരുമാനത്തിൽ എന്നുള്ളതാണ്. അതാണ് ഇതിനെ ഇത്രയും കുളമാക്കിയതും ഇത് മനോരമ അച്ചടിച്ചു വരുത്തിയതും നമ്മളെല്ലാം വാർത്തയാക്കിയതും ഇപ്പം നിന്ന് ചർച്ച ചെയ്യുന്നതും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ അല്ലാതെ ലളിതമായി കൈകാര്യം ചെയ്യാമായിരുന്നു.